അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നാട് മുഴുവനും പുതുവത്സരാഘോഷങ്ങൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണല്ലോ. യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ചാലേ എങ്ങനെയാണ് നമ്മൾ ഈ പുതുവത്സരം ആഘോഷിക്കുന്നത്? ഒരു പുതിയൊരു വർഷം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഗതകാല ജീവിതത്തിൽ സംഭവിച്ചു പോയ പാളിച്ചകളും പോരായ്മകളും പരിഹരിച്ചുകൊണ്ട് നല്ലൊരു ജീവിതം ഞാൻ കെട്ടിപ്പടുക്കുമെന്നുള്ള പ്രതിജ്ഞയാണ് ഒരു സാധാരണ മനുഷ്യൻ ചെയ്യേണ്ടതും എടുക്കേണ്ടതും സാധാരണ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകുന്നതും. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നാട് മുഴുവനും ആഘോഷങ്ങൾ, മദ്യം, മറ്റുള്ള പൊടികൾ, സ്റ്റാമ്പുകൾ, പെണ്ണ്, കള്ള്, ഇടകലരൽ എല്ലാം കൂടി ആകെ പാറ ചേറാക്കുന്ന കോലത്തിലാണ് നമ്മുടെ പുതുവത്സരങ്ങളൊക്കെ ആഘോഷിക്കപ്പെടാറുള്ളത്. ഒരു വിശ്വാസിയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവനിക്ക് പുതുവത്സരം ആഘോഷിക്കാൻ പാടില്ല. അവൻ ആലോചനയാണ് വേണ്ടത്. ഒരു വർഷക്കാലം അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ആയുസ് തന്നിട്ട് അനാവശ്യമായ കാര്യങ്ങൾ ഞാൻ ഇടപെട്ടോ, അള്ളാഹുവിൻ്റെ പൊരുത്തമില്ലാത്ത മേഖലകളിലൂടെ എൻ്റെ നാവ്, എൻ്റെ കാഴ്ച, എൻ്റെ കേൾവി, എൻ്റെ കൈവിരലുകൾ, എൻ്റെ കാൽപാദങ്ങൾ, എൻ്റെ ശ്വാസം, എൻ്റെ ചലനം വല്ലതും അള്ളാഹുവിൻ്റെ പൊരുത്തക്കേടിലായിരുന്നോ എന്നുള്ളതാണ് ഒരു വിശ്വാസിയായ മനുഷ്യൻ ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു വർഷം 365 ദിവസമാണ്. 365 ദിവസം, ഒരു ദിവസം 24 മണിക്കൂർ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം 24 മണിക്കൂർ, ഒരു വർഷം 365 ദിവസമായി കണക്കാക്കുകയാണെങ്കിൽ 365നെ 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8784 മണിക്കൂറാണ് നമ്മളോട് സലാം പറഞ്ഞു പോയത്. 2025 കലണ്ടർ മാറ്റി 2026 കലണ്ടർ നമ്മുടെ ചുമരിൽ സ്ഥാപിക്കുമ്പോൾ, തൂക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് 5,27,040 മിനിറ്റാണ്. സെക്കൻഡുകൾ കണക്കൂട്ടാണെങ്കിലോ 3,16,22,400 സെക്കൻഡുകളാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരു മികച്ച മനുഷ്യൻ ആരാണെന്നുള്ള ചോദ്യത്തിന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഖൈറുൻ നാസി മൻ ത്വാല ഉംറുഹു വ ഹസുന അമലുഹു. ദീർഘായുസ് ലഭിക്കുകയും ആ ദീർഘായുസിൽ നന്മകൾ ചെയ്യാൻ തൗഫീഖ് ലഭിക്കുകയും ചെയ്ത മനുഷ്യനാണ് ഏറ്റവും നല്ല മനുഷ്യനെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില മനുഷ്യരെ നമ്മൾ കണ്ടിട്ടില്ലേ, അവർ മരിച്ച് 3 കഷ്ടം തുണിയിൽ പൊതിഞ്ഞ് കിടക്കുമ്പോൾ കാണുന്നവരൊക്കെ പറയും, ചോനെ ഇവനെപ്പോലിന് ആരോ ദുനിയാവിലുള്ളത്. ഇവൻ ജീവിച്ചിരുന്ന സമയത്ത് എനിക്ക് മരുന്ന് വാങ്ങാൻ ഒരാളെ മുന്നിൽ പോകേണ്ടിയിരുന്നില്ല. ഇവൻ ജീവിച്ചിരുന്ന സമയത്ത് ഭക്ഷണത്തിന് ഒരാളെ മുന്നിലും എനിക്ക് പരാതിപ്പെടേണ്ടി വന്നിട്ടില്ല. എല്ലാം സമയാസമയം കൃത്യമായ ഇടവേളകൾക്കനുസരിച്ച് എല്ലാം കൃത്യമായി എനിക്കവൻ എത്തിച്ചു തന്നായിരുന്നു. ഇനി ആരാണ് റബ്ബേ എനിക്കുള്ളത് എന്ന് നമ്മളെക്കുറിച്ച് 4 ആൾ പറയണം. 100-110 വയസ്സ് വരെ ജീവിച്ചു, അവൻ പോയി നന്നായി, ശല്യം ഒഴിവായിട്ടാ. ഈ കോലത്തിലാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം കൊണ്ട് എന്ത് ലഭിച്ചു നമുക്ക്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം, ലാ തസൂലു ഖദമൻ അബ്ദിൻ യൗമുൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ ഒരടിമയുടെയും, അതിൽ ആരുണ്ട്? മുസ്ലിങ്ങളുണ്ട്, അല്ലാത്തവരൊക്കെ ഉണ്ട് കേട്ടാ. ഈ അള്ളാഹുവിൻ്റെ അടിമകൾപ്പെട്ട ഒരാളുടെയും പാദം പോലും ചലിപ്പിക്കാൻ പറ്റൂല ഖിയാമത്ത് നാളിൽ. ഹത്താ യുസ്അലു അൻ ഉംരിഹി ഫീമ അഫ്നാഹു. അവൻ്റെ ആയുസ് എന്തിനു വേണ്ടി ചിലവഴിച്ചു എന്ന ചോദ്യത്തിന് മറുപടി പറയാതെ അവൻ്റെ കാൽപാദം ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയില്ലെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതൊരു കാര്യമുണ്ട്, വഅൻ ഇൽമിഹി ഫീമാ ഫഅല. അവനിക്ക് ലഭിച്ച അറിവ് അവൻ നാഫിആക്കിയോ എന്നുള്ളത്. തിന്മ ചെയ്യാൻ പാടില്ല എന്ന് പരിപൂർണമായി ബോധ്യമുണ്ടായിരിക്കെ, കള്ളു കുടിക്കൽ ഹറാമാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ വ്യക്തമായി പറഞ്ഞിരിക്കെ, ആൺ പെൺ സമ്പർക്കങ്ങൾ പാടില്ല എന്ന് കൃത്യമായി ഇസ്ലാം നിരോധിച്ച കാര്യം ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിന് നീ അത് ചെയ്തു? അറിവ് ലഭിച്ചിട്ടും അതിൻ്റെ ഭവിഷ്യത്തുകൾ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടും എന്തിന് നീ ആ കുറ്റകൃത്യം ചെയ്തുവെന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി റബ്ബിൻ്റെ മുന്നിൽ പറഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ നാരികമായ ലോകത്തേക്ക് അള്ളാഹു വലിച്ചെറിയുമെന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കാൻ. മൂന്നാമത്തെ ഒരു ചോദ്യം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വഅൻ മാലിഹി മിൻ അയ്ന ഇക്തസബഹു വഫീമാ അൻഫഖഹു. സമ്പത്തിൻ്റെ ഉറവിടവും അത് ചിലവഴിച്ച ഇടവും കൃത്യമായി പടച്ച റബ്ബിന് മുന്നിൽ സമർപ്പിച്ചേ പറ്റൂ. നിനക്ക് ലഭിച്ച പൈസ ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് വേണ്ടി നീ കൊടുത്തിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ മുന്നിൽ സമാധാനം പറഞ്ഞേ പറ്റൂ. നിനക്ക് ലഭിച്ച പൈസ തിയേറ്ററിൽ നീ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടോ? കൂട്ടുകാരനെ വിളിച്ചേടാ നീയും വാ, ഞാനും വരാം, നമുക്ക് ഒരുമിച്ച് പോവാടാവേ, നീ പെട്രോൾ കാശൊന്നും തരണ്ട, ഞാൻ നിന്നെ കൊണ്ടുപോയിക്കോളാം, വേണീ പോപ്കോണും വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞ് ഹറാമായ ഇടങ്ങളിലേക്ക്, പൈശാചിക പ്രേരണകളുടെ ഉറവിടങ്ങളിലേക്ക് നമ്മുടെ കൂട്ടുകാരെ, മക്കളെ, കുടുംബങ്ങളെ നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ വല്ലാഹി
അള്ളാഹു നിങ്ങളെ വെറുതെ വിടില്ലെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ. അവസാനമായി വഅൻ ജിസ്മിഹി ഫീമാ അബ്ലാഹു, നിന്റെ ശരീരം എന്തിനു വേണ്ടി ചെലവഴിച്ചു, വിനിയോഗിച്ചു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. ഉറപ്പാണ്. നമ്മുടെ ആരോഗ്യം, സമ്പത്ത്, സമയം, ആയുസ്, ഈ 4 കാര്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാതെ അള്ളാഹുവിൻ്റെ കോടതി പിരിയില്ല. ഒരടിമയും അവൻ്റെ കാൽപാദം, ഒരടിമക്കും അവൻ്റെ കാൽപാദം ഒന്ന് ചലിപ്പിക്കാൻ പോലും സാധിക്കില്ലെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തമാണ് അനിവാര്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു മിനിറ്റിൻ്റെ വില നിങ്ങൾക്കറിയണമെങ്കിൽ 10:11 പുറപ്പെടുന്ന ഫ്ലൈറ്റിൽ യാത്ര ചെയ്യേണ്ട ഒരു യാത്രക്കാരൻ എയർപോർട്ടിൽ എത്തുന്നത് 10:12 കറക്റ്റ് സമയത്ത് ഫ്ലൈറ്റ് പുറപ്പെട്ടു. ഒരു മിനിറ്റിൻ്റെ വില അറിയണമെങ്കിൽ ആ മനുഷ്യനോട് ചോദിച്ചു നോക്കിയാൽ മതി. ഒരു മാസത്തിൻ്റെ വില അറിയണമെങ്കിൽ ഗർഭിണികളോട് നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ മതി, എങ്ങനെയാണ് അവർ മാസം തള്ളി നീക്കുന്നത് എന്നുള്ളത്. ഓരോ ദിവസങ്ങളും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും ദിവസത്തിൻ്റെ വില അറിയണമെങ്കിൽ കൂലിപ്പണിക്കാരനോട് ചോദിച്ചു നോക്കണം, ഒരു ദിവസം അവൻ്റെ വീട്ടിലെ ചിലവ് എങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നത് എന്നുള്ളത്. ഇത്രയും അനുഗ്രഹം അള്ളാഹു നമുക്ക് നൽകി. ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടവരാണ് കേരളീയ സമൂഹമാകുന്ന നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ആരോഗ്യത്തിലും സമ്പത്തിലും അറിവിലും പ്രബുദ്ധ കേരളം എന്നാണ് നമ്മൾ വിശേഷിപ്പിച്ചിരുന്നത്. ഏതുമാകട്ടെ, അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പുതുവത്സരാഘോഷങ്ങൾ മുസ്ലിമിന് ഒരിക്കലും ആഘോഷിക്കപ്പെടാനുള്ളതല്ല. വീണ്ടും വിചാരമാണ്. 2025 കലണ്ടർ മാറ്റി 26 സ്ഥാപിക്കുമ്പോൾ കഴിഞ്ഞുപോയൻ്റെ ഗതകാല ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളും പാപപങ്കിലമായിരുന്നുവെങ്കിൽ തൗബയുടെ മഹനീയമായ കവാടങ്ങളെ തേടിപ്പിടിച്ച് തുറന്നെടുത്ത് റബ്ബിനെ കൊണ്ട് തുറപ്പിച്ച് അള്ളാഹിനോട് ദുആ ചെയ്ത് രാത്രിയുടെ യാമങ്ങളിൽ തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഅ്, ലോകം മുഴുവനും പുതപ്പിനടിയിൽ ചുരുണ്ടുകൂടി കിടന്നുറങ്ങുമ്പോൾ പടച്ച റബ്ബിൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് മുസല്ല വിരിച്ച് വുളുവെടുത്ത് മുസല്ല വിരിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് നിസ്കരിച്ച് ദുആ ചെയ്യാൻ എന്ന് നമ്മൾ തയ്യാറാകുന്നു പ്രിയപ്പെട്ടവരെ, അന്നാണ് നമ്മൾ വിജയിക്കുന്നത്. ഇത് റജബ് മാസാണ്, അല്ലാഹുവിൻ്റെ മാസാണ്. റജബുൽ മുജറബ് എന്നാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. റജബുൻ ഷഹറുല്ലാഹ്, അള്ളാഹിലേക്കൊരു കാര്യം ചേർത്തി പറയുമ്പോൾ അതിന് മഹത്വം കൂടുതലാണ്. ഒരു കുഞ്ഞ് പിറന്നാൽ, ഒരു ആൺകുഞ്ഞ് പിറന്നാൽ ആ കുഞ്ഞിനിടാവുന്ന ഏറ്റവും നല്ല പേരായി മഹാന്മാർ പറയുന്നത് അബ്ദുല്ലാഹ് എന്നാണ്. കാരണം അള്ളാഹിലേക്ക് ചേർക്കപ്പെടുന്ന എല്ലാത്തിനും വലിയ മഹത്വമാണ്. ഈ മാസത്തിൽ ഒരു കുറ്റം ചെയ്താൽ, ഒരു ഹറാമ് ചെയ്താൽ മറ്റുള്ള മാസങ്ങളിൽ ചെയ്യുന്ന കുറ്റങ്ങളെക്കാൾ കൂടുതൽ ശിക്ഷ ഈ മാസത്തിൽ ചെയ്ത കുറ്റത്തിന് ലഭിക്കുമെന്ന് ഇമാം ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഒരു നന്മ ചെയ്താലോ ഇരട്ടി പ്രതിഫലമാണ്. നമ്മുടെ ഇഖ്ലാസ് എത്രത്തോളമാണോ, നമ്മുടെ ആത്മാർത്ഥത എത്രത്തോളമാണോ അതിനനുസരിച്ച് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതിഫലത്തിൻ്റെ ഘനം കൂടുമെന്നും മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് പേടിപ്പിക്കാൻ വേണ്ടി പറയണല്ല. നമ്മൾ റജബിൽ നന്നായാൽ മാത്രമാണ് ശഅബാനിൽ നന്നാകാൻ പറ്റുള്ളൂ. അങ്ങനെ നന്നായെങ്കിൽ മാത്രമാണ് പരിശുദ്ധമായ റമളാൻ നമ്മൾക്ക് അനുകൂലമാകുള്ളൂ. ഈ റജബിലാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ പുതുവത്സരം കടന്നു വരുന്നത്. ആലോചിക്കണം, ശരിക്കാലോചിക്കണം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ശരീരത്തിൽ ഒരുപാട് പാട് കാണുമായിരുന്നു, ഒരുപാട് പാടുകൾ. കാരണം തന്നെ സ്വന്തമായി വിചാരണ ചെയ്യുമായിരുന്നു സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എനിക്ക് ശേഷം ഒരു നബിയുണ്ടെങ്കിൽ ലക്കാന ഉമർ, അത് ഉമറാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ സ്വർഗത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമറിൻ്റെ നാവിൽ സത്യമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ പറഞ്ഞ ഉമർ തങ്ങൾ പോലും സ്വർഗത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ദുനിയാവിൽ നിന്ന് മുറിച്ചു കൊടുത്ത റസൂല്, സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് മുറിച്ചു കൊടുത്ത റസൂല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖലീഫയായി നിശ്ചയിച്ച ഉമർ തങ്ങൾ, ആ ഉമർ തങ്ങൾ പോലും ഇത്രത്തോളം ആയുസ്സിനെയും ഓരോ നിമിഷങ്ങളെയും ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ കാരണം നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് 4 ആൾക്ക് നമ്മളെ കൊണ്ട് ഉപകാരം ഉണ്ടാവണം. നമ്മൾ ഖബറിൽ കിടക്കുമ്പോൾ നമ്മുടെ ഖബറിലേക്ക് ഒരിത്തിരി വെളിച്ചം നമ്മുടെ ദുനിയാവിലെ പ്രവർത്തനം കൊണ്ട് ലഭിക്കണം. മുത്തആലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, സാധുക്കളെ സംരക്ഷിക്കുക, നിരാലംബർക്ക് അവലംബമാകുക, നിരാശ്രയർക്ക് ആശ്രയം കൊടുക്കുക, വിധവകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സാമ്പത്തികമായ സഹായ സഹകരണങ്ങൾ നിർവഹിച്ചു കൊടുക്കുക, യതീമീങ്ങളെ മക്കളെ പഠിപ്പിക്കുക. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, സഹോദരങ്ങളെ, ഒരിക്കലും കാരണവന്മാരും ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് അടിച്ചു പൊളിക്കാനോ തകർക്കാനോ തിമിർക്കാനോ ഒന്നും പോകൂല. യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, യുവതികളോട് പറയാനുള്ളത്, നിങ്ങൾ ചിലവഴിക്കാൻ വെച്ചിരിക്കുന്ന പണം ഏതെങ്കിലും ഒരു സാധുവിന് കൊണ്ടുപോയി കൊടുക്കുക. സ്വന്തമായി വീട് പോലും ഇല്ലാത്ത ഒരുപാട് നിർധനരായ ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഇന്നുണ്ട്. സമ്പത്തില്ലാതെ പ്രയാസപ്പെടുന്നവർ, ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി കഷ്ടപ്പെടുന്നവർ, മരുന്ന് വാങ്ങാൻ തുകയില്ലാതെ മരിച്ചു പോകുന്നവർ,
കുഞ്ഞുങ്ങളെ ചികിത്സിക്കാൻ കഴിയാത്തവർ, സ്വന്തം കുടുംബം പട്ടിണിയിലായിട്ടും അഭിമാനമോർത്ത് മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടാത്ത ഒരുപാട് സാധുക്കൾ നമ്മുടെ മുന്നിൽ ഇന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർക്ക് കൊണ്ടുപോയി നിങ്ങൾ കൊടുക്കുന്ന പൈസ ഉണ്ടല്ലോ ഒരിക്കലും വെറുതെയാകൂല. കേവലം ആസ്വാദനങ്ങൾക്ക് വേണ്ടിയല്ല നമ്മൾ പണം ചിലവഴിക്കേണ്ടത്. ഒരായുഷ്കാലം മുഴുവനും നമ്മൾ കുറിച്ച് ഓർക്കുന്ന മനുഷ്യർക്ക് വേണ്ടി നമ്മൾ പണം ചിലവഴിക്കണം. അവരുടെ പ്രാർത്ഥനകൾ നമ്മൾ നിറഞ്ഞു നിൽക്കണം. ഇന്നിപ്പോൾ നിങ്ങളൊരു ഡ്രസ്സ് വാങ്ങി ഇട്ടു, അടിച്ച് പൊളിച്ചു, ഒരു കേക്ക് വാങ്ങി മുറിച്ചു, സന്തോഷം അവിടെ തീർന്നു. നിങ്ങൾ മിഠായി കൊടുത്തു, സന്തോഷം അവിടെ തീർന്നു. നിങ്ങൾ ഒരു യാത്ര പോയി, ടൂറ് പോയി, ന്യൂ ഇയർ പ്രമാണിച്ചൊരു ടൂറ് പോയി, ഹറാമായ യാത്ര പോയി, സിനിമ കണ്ടു, അത് അവിടെ തീർന്നു. പക്ഷേ ഒരാൾക്ക് മരുന്ന് വാങ്ങാനുള്ള പൈസ കൊടുത്താൽ, ഒരു വീട്ടുകാരന് ഭക്ഷണം കൊടുത്താൽ മരണം വരെ അവൻ്റെ പ്രാർത്ഥനകളിൽ നമ്മൾ ഓരോരുത്തരും ഉണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കുക, ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ നമ്മൾ നിൽക്കരുത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു യഥാർത്ഥ മുസ്ലിം എന്നുള്ളത് അവൻ അനാവശ്യമായ കാര്യങ്ങൾ എന്ത് ചെയ്യൂല, ഇടപെടൂല. അവനിക്ക് ആവശ്യമുള്ളത് മാത്രമേ അവൻ ചെയ്യുള്ളൂ, പ്രവർത്തിക്കോളൂ, ചിന്തിക്കോളൂ, അനുഷ്ഠിക്കോളൂ. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നന്നായി ആലോചിക്കുക. നമ്മുടെ പൈസ കൊണ്ട് ഒരാളുടെ കണ്ണീരൊപ്പാനെങ്കിലും നമ്മൾ തയ്യാറെടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. റജബ് അള്ളാഹു നമുക്ക് അനുകൂലമാക്കി തരട്ടെ. അതുപോലെ ഷഅബാനിലും റജബിലും ഷഅബാനിലും അള്ളാഹു നമുക്ക് വലിയ ബറക്കത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അത് പരിശുദ്ധമായ റമളാനിലെ നമ്മളിലേക്ക് എത്തിക്കട്ടെ. ഈ 3 മാസങ്ങളും നാളെ റബ്ബിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ നമുക്ക് അനുകൂലമായ സാക്ഷി പറയുന്നവരിൽ സാധുക്കളായ നമ്മയും നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.